ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. യൂഗോസ്ലാവിയയിലെ സ്കൊപ്ജയിൽ എന്ന പട്ടണത്തിൽ ജനിച്ച ആഗ്നസ് എന്ന പെൺകുട്ടി ഭാരതത്തിലെ തെരുവുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ എത്തിച്ചേർന്നത് ദൈവനിയോഗം മാത്രമാണ്. 18-ാമത്തെ വയസ്സിൽ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് ഭാരതത്തിലെത്തുകയും കൽക്കട്ടയിലെ ലൊറേറ്റ എന്ന മഠത്തിൽ പഠിക്കുകയും താമസിക്കുകയും ചെയ്ത സിസ്റ്റർ സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്കൂളിലെ ഭൂമിശാസ്ത്രം അധ്യാപികയായിരുന്നു. അങ്ങനെ വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാനായി കൽക്കട്ടയിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് തീവണ്ടി മാർഗം യാത്ര ചെയ്തത്. ആ യാത്രയിൽ വെച്ച് തൻ്റെ ജീവിത ഉദ്ദേശത്തെക്കുറിച്ച് വ്യക്തമായൊരു നിർദ്ദേശം തനിക്ക് ലഭിച്ചു എന്ന് മാത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. കൽക്കട്ടയിലെ തെരുവുകളിൽ മരിച്ചു വീഴുന്ന അനാഥർക്ക് വേണ്ടിയും ഹൗറ പാലത്തിൻ്റെ കീഴിൽ തമ്മിൽ കലഹിക്കുന്ന കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുമാണ് ദൈവം തന്നെ ഭാരതത്തിൽ കൊണ്ടുവന്നതെന്ന് ആ വനിതയ്ക്ക് വ്യക്തമായി മനസ്സിലായി. ധ്യാനം കഴിഞ്ഞ് തിരികെ എത്തിയ അവർ ലൊറേറ്റ മഠത്തിൽ നിന്നും പുറത്തു വന്ന് ഒരു പുതിയ സേവന സമൂഹം ആരംഭിച്ചു. കൈമുതലായി ദൈവവിശ്വാസമല്ലാതെ മറ്റൊന്നുമില്ലാതെ ദൈവം കരുതുന്നു എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവപ്രകാശത്തിൽ യാത്ര ചെയ്തു. അവരുടെ ജീവിതം ധന്യമായ ഒരു സമർപ്പണമായിരുന്നു. ഒരു മെഴുകുതിരി പോലെ കത്തിയെരിഞ്ഞ് ആ ജീവിത വെളിച്ചം കണ്ട് അനേകായിരങ്ങൾ സേവനത്തിൻ്റെ വഴിയിൽ കടന്നു വന്നു. തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പണം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി മാത്രം: ദൈവം കരുതിക്കൊള്ളും. വിരൂപരായ കുഷ്ഠരോഗികളെ ക്രിസ്തുവിൻ്റെ പ്രതീകമായി കണ്ട മദർ തെരേസയ്ക്ക് അവരുടെ വ്രണങ്ങൾ കഴുകുവാൻ ഒരു മടിയും തോന്നിയില്ല. തെരുവുകളിലെ ചവറ്റുകുന്നുകളിലും ഓടയിലും ഉപേക്ഷിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ സ്നേഹനിധിയായ ആ അമ്മയുടെ ചൂട് അനുഭവിച്ച് വളർന്നു. തലചായ്ക്കാൻ ഇടമില്ലാതെ വഴിവക്കിൽ കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് അന്തസ്സായി കിടന്ന് പ്രാർത്ഥനാഗാനം കേട്ട് ശാന്തമായി ഈ ലോകത്തോട് യാത്ര പറയുവാൻ അവസരം കിട്ടി. ഇതിനെല്ലാം വേണ്ടി ത്യാഗം സഹിക്കുമ്പോഴും ദൈവം കരുതുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് ആ മഹതി മുൻപോട്ട് പോയി. ദൈനംദിന ജീവിതത്തിൽ ആകുലങ്ങൾ നേരിടുമ്പോഴും ചിന്താഭാരത്താൽ തളരുമ്പോഴും കഷ്ടപ്പാടിൽ വലയുമ്പോഴും നോക്കിക്കാണുവാനുള്ള ഒരു ചൂണ്ടുപലകയാണ് മദർ തെരേസയുടെ ജീവിതം. കർത്താവ് വ്യക്തമായി നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്: നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. ലോകത്തെ ജയിച്ചവനായ യേശു ലോകാവസാനത്തോളം നമ്മോട് കൂടെയുണ്ട് എന്ന് വാക്ക് തന്നിട്ടുണ്ട്. അവൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് സങ്കീർത്തനക്കാരനെ പോലെ ധൈര്യമായി പറയുവാൻ നമുക്ക് ശക്തി ഉണ്ടാകണം. ലോകപ്രസിദ്ധമായ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ഗിവ് മി എ സ്റ്റൗട്ട് ഹാർട്ട് ടു ബിയർ മൈ ഓൺ ബർഡൻസ്, ഗിവ് മി എ വില്ലിംഗ് ഹാർട്ട് ടു ഷെയർ ദ ബർഡൻ ഓഫ് അതേഴ്സ്, ഗിവ് മി എ ബിലീവിംഗ് ഹാർട്ട് ടു കാസ്റ്റ് ഓൾ ബർഡൻസ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആലോചനകൾ, ദൈവനാമ മഹത്വത്തിനായി കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അത് ഏറ്റവും ഭാഗ്യമെന്ന് നാം എണ്ണണം. അസ്വസ്ഥമായ ആധുനിക ലോകത്തിൻ്റെ തിരക്കിൽ കഴിയുന്ന മനുഷ്യൻ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് അറിയാതെ തന്നെ നാം ചിന്താകുലങ്ങളിൽ വലഞ്ഞു പോകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മോചനം തരുവാൻ ദൈവവിശ്വാസത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ബലി കഴിപ്പാൻ കൊണ്ടുപോകുന്ന സംഭവം പഴയ നിയമത്തിലെ ഒരു നാഴികക്കല്ലാണ് നമുക്കറിയാം. ബലിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തിന് അബ്രഹാം യഹോവ ഇരെ എന്ന് പേരിട്ടു എന്ന് നാം വായിക്കുന്നു. ഗോഡ് വിൽ പ്രൊവൈഡ്. ഏത് പ്രശ്നത്തിൻ്റെയും മധ്യത്തിൽ ദൈവം കരുതിക്കൊള്ളും എന്ന് വിശ്വസിച്ചാൽ നമുക്കും അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും നടുവിൽ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും അസ്വസ്ഥമായി തീരുവാനോട് അനുവദിക്കരുതേ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ മദർ തെരേസയുടെ ജീവിതം ഞങ്ങൾക്കൊരു സാക്ഷ്യമായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥകൾ വരുമ്പോൾ യഹോവ കരുതിക്കൊള്ളും എന്നുള്ള വലിയ ആശ്വാസം, കർത്താവെ, ആ പ്രത്യാശയുടെ വചനം നീ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവെ, വചനത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.